പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വചനം പറയുന്ന, ശരിക്കും പറഞ്ഞാൽ ഈ സുവിശേഷത്തിലൊക്കെ വെച്ച് ഏറ്റവും ഭാരപ്പെടുത്തുന്നൊരു വചനമാണ്. അപ്പക്കഷണം സ്വീകരിച്ച ഉടനെ അവൻ പുറത്തു പോയി, അപ്പോൾ രാത്രിയായിരുന്നു. അപ്പക്കഷണം സ്വീകരിച്ച ഉടനെ അവൻ പുറത്തുപോയി, അപ്പോൾ രാത്രിയായിരുന്നു. ഈ പരിശുദ്ധ കുർബാനയുടെ മുൻപിലിരുന്നാണ് നമ്മൾ ധ്യാനം നടത്തുന്നത്. ആദ്യമായിട്ട് കർത്താവ് തന്നെ ഒരാളുടെ കയ്യിലേക്ക് ഇങ്ങനെ ജീവിതത്തിന് പരിശുദ്ധ കുർബാന കൊടുക്കുകയാണ്. ആദ്യമായിട്ട് എന്തൊരു ഭാഗ്യമാണെന്ന് ഓർക്കണം. അതും കർത്താവ് തന്നെ തൻ്റെ തിരുശരീര രക്തങ്ങളെ ഒരാൾക്ക് കൊടുത്തിട്ട് പിന്നീട് അയാൾ കാണിക്കുന്നത്, അയാൾ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. അപ്പോൾ പുറത്ത് ഇരുട്ടായിരുന്നു. പുറമേയുള്ള ഇരുട്ടിലേക്ക് ഇറങ്ങിപ്പോയി എന്ന് പറഞ്ഞ യൂദാസിനെ കുറിച്ച് വചനം പിന്നീട് അവസാനിപ്പിക്കുന്നത് അത്ര ഭംഗിയുള്ളൊരു കാര്യമല്ല. അവൻ കെട്ടി ഞാന്ന് ചത്തു. അത് തന്നെ വാക്കുപയോഗിച്ചേക്കണം, അവൻ കെട്ടി ഞാന്ന് ചത്തു. പരിശുദ്ധ കുർബാന ജീവൻ നൽകുന്ന കൂദാശയാണെന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. നമ്മളുടെ അനുഭവം അതാണ്. പക്ഷെ ഇവിടെ ഒരാൾ ആദ്യമായിട്ട് ഈശോയിൽ നിന്ന് തന്നെ പരിശുദ്ധ കുർബാന സ്വീകരിച്ചിട്ട്, അതായത് ഈ ദിവ്യകാരുണ്യം സ്വീകരിച്ചിട്ട് പുറമേയുള്ള ഇരുട്ടിലേക്ക് ഇറങ്ങിപ്പോയി. എന്നിട്ട് അവൻ കെട്ടി ഞാന്ന് ചത്തു. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന വലിയൊരു വാണിംഗ് ഉണ്ട്. അയോഗ്യതയോടുകൂടെ ഈ തിരുബലി അർപ്പിക്കുന്നവൻ തൻ്റെ തന്നെ നിത്യശിക്ഷയ്ക്ക് അത് കാരണമാക്കി തീർക്കുകയത്രേ ചെയ്യുക. അയോഗ്യതയോടുകൂടെ കർത്താവിൻ്റെ തിരുബലി അർപ്പിക്കുന്നവൻ തൻ്റെ തന്നെ നിത്യശിക്ഷയ്ക്കാണ് ഈ ബലി കാരണമാക്കി തീർക്കുക. അയോഗ്യതയോടുകൂടെ കർത്താവിനോട് കൂടെ ഇങ്ങനെ ചേർന്നിരിക്കുന്ന നേരത്ത് യൂദാസിൻ്റെ ഉള്ളിൽ ഈശോയോടുള്ള സ്നേഹമായിരുന്നില്ല, വെള്ളി നാണയങ്ങളുടെ കിലുക്കമായിരുന്നു. ഇത് ഇന്നും ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് തന്നെയാണ് നമ്മളിത് വല്ലാതെ ഭാരപ്പെടുത്തുന്നത്. അവനോട് ചേർന്നിരിക്കുമ്പോൾ, അവൻ്റെ പരിശുദ്ധ ബലിയിൽ വന്നണയുമ്പോൾ, അവൻ്റെ ഒപ്പമിരുന്ന ബലിയർപ്പിക്കുമ്പോൾ എൻ്റെ മനസ്സിങ്ങനെ യൂദാസിൻ്റേത് കണക്ക് പല വിചാരങ്ങൾ കൊണ്ട് നിറഞ്ഞ് ഈശോയോടുള്ള സ്നേഹത്തിൽ നിന്ന് മാറിയാണിരിക്കുന്നതെങ്കിൽ, അയോഗ്യതയോടുകൂടിയാണ് ഞാൻ ഈ ബലി അർപ്പിക്കുന്നതെങ്കിൽ, അവനെ സ്നേഹമില്ലാതെയാണ് സ്വീകരിക്കുന്നതെങ്കിൽ, എൻ്റെ ജീവിതത്തിൻ്റെ ഇരുട്ടിലേക്കാണ് ഞാൻ ഇറങ്ങിപ്പോകാൻ പോകുന്നത്. പരിശുദ്ധ കുർബാന ജീവൻ നൽകുന്ന, നമുക്ക് പ്രത്യാശ തരുന്നൊരു കൂദാശയായി നിലകൊള്ളുമ്പോൾ തന്നെ അത് ഒരാളെങ്ങനെ സ്വീകരിക്കുന്നു എന്നുള്ളത്, ആ ഒരു സ്നേഹമുള്ളിൽ ഉണ്ടോ എന്നുള്ളത് ശരിക്കും കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യമാണ്. കർത്താവ് അത് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളൊരു ബലിയർപ്പിക്കാൻ വരുമ്പോൾ നിങ്ങളോട് ആർക്കെങ്കിലും വിരോധം ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ ആ ഒരു ബലിവസ്തു അവിടെ വെച്ചിട്ട് തിരിച്ചു പോയി അവനുമായി രമ്യതപ്പെട്ടതിന് ശേഷം മാത്രം വന്ന് ബലിയർപ്പിക്കണം. ഇത് സ്നേഹം കൊണ്ടർപ്പിക്കേണ്ട ബലിയാണെന്നേ. അത് ആദ്യത്തെ ബലി തുടങ്ങി നമുക്ക് കർത്താവ് കാണിച്ചു തരുന്ന കാര്യമാണ്. നിങ്ങളെ പാദങ്ങൾ കഴുകി വിശുദ്ധീകരിച്ച് ഇങ്ങനെ ദാസനെ കണക്ക് നിന്നിട്ടാണ് കർത്താവ് ആ ഒരു രാത്രിയിലാണ് കർത്താവ് തൻ്റെ ബലി സ്ഥാപിക്കുന്നത്. ഇത് സ്നേഹമില്ലാതെ ഒരാളും ഈ പരിശുദ്ധ കുർബാനയിൽ നിന്ന് വേറെ ഒന്നും പ്രതീക്ഷിക്കേണ്ട. സ്നേഹമില്ലാതെ ഈ പരിശുദ്ധ കുർബാനയോട് ചേർന്നിരിക്കാനും പറ്റില്ല. പല തവണയായിട്ട് നമ്മളിങ്ങനെ ഓർക്കുന്നൊരു കാര്യമാണ്. എത്ര വലിയ വചനസത്യങ്ങൾ വിളിച്ചു പറയുന്ന വീഡിയോസിന് താഴെയായിട്ടും ഇങ്ങനെ നമ്മൾ കാണുന്ന കമൻറ്റുകൾ, കർത്താവെ എനിക്ക് ജോലി കിട്ടണേ എന്നുള്ളതാണ്, കർത്താവെ എനിക്ക് അസുഖങ്ങൾ മാറ്റിത്തരണേ എന്നുള്ളതാണ്. കർത്താവ് ഇത്ര വലിയ സ്വർഗീയ രഹസ്യങ്ങൾ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്ന അങ്ങയുടെ സ്നേഹത്തിനെ ഓർത്ത് നന്ദി പറയണമെന്നുള്ളതല്ല, അങ്ങയുടെ സ്നേഹത്തോട് ചേർന്നിരിക്കാൻ ഞങ്ങൾക്ക് കൃപ തരണേ എന്നുള്ളതല്ല, അങ്ങയുടെ സ്വർഗീയ രഹസ്യങ്ങൾ ജീവിക്കാൻ ഞങ്ങൾക്ക് ബലം തരണമേ എന്നല്ല പ്രാർത്ഥിക്കുന്നത്. നമ്മളപ്പോഴും നമ്മുടെ ആവശ്യങ്ങൾ യൂദാസിൻ്റെ ഉള്ളിലെ ആ വെള്ളി നാണയങ്ങളുടെ കിലുക്കം കണക്ക് പരിശുദ്ധ കുർബാനയിൽ നമുക്ക് നമ്മുടേതായിട്ടുള്ള ആവശ്യങ്ങൾ, നമ്മുടേതായിട്ടുള്ള ചിന്തകൾ ഈശോയുടെ അൾത്താരയിൽ അൾത്താരയ്ക്ക് മുൻപിൽ നമ്മൾ നിൽക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന നമ്മുടെ ഭാവിയെക്കുറിച്ചുള്ള, നമ്മളുടെ ജീവിതത്തെക്കുറിച്ചുള്ള നിരന്തരമായിട്ടുള്ള ചിന്തകൾ ആലോചിച്ച് നോക്കണം. അവിടെ നടക്കുന്നത് വെറുതെ നിസ്സാര കാര്യമല്ല. ദൈവം തൻ്റെ ശരീരവും രക്തവും നമുക്കായിട്ട് മുറിച്ച് വിളമ്പുന്നൊരിടത്ത്, ഈശോ തൻ്റെ തിരുശരീര രക്തങ്ങൾ നമുക്കായിട്ട് പിച്ചിപ്പറിച്ചിട്ട് തരുന്ന ഒരിടത്ത് നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് നാളെ രാവിലെ കറി എന്ത് വെക്കും എന്നുള്ളതാണ്. നാളെ കുഞ്ഞുങ്ങളെയും കൂട്ടി ഏത് പാർക്കിൽ പോകും എന്നുള്ളതാണ്.
നാളെ നമുക്ക് ഇന്ന് രാത്രിയിലൊരു സിനിമ ബുക്ക് ചെയ്തിട്ടുണ്ടല്ലോ എന്നുള്ളതാണ്. കണ്ടിട്ടുണ്ടല്ലോ ഈ പരിശുദ്ധ കുർബാനയുടെ ഇടയ്ക്ക് നമ്മൾ ഈ മൊബൈൽ എടുത്തുകൊണ്ട് ഓടുന്ന ആൾക്കാർ, ഈ കൃത്യമായിട്ട് കോൺസെക്രേഷൻ്റെ സമയത്ത് പോലും ഇറങ്ങിപ്പോകുന്ന മനുഷ്യരെ കണ്ടിട്ടുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങളും ഇന്ന് അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാനിന്ന് അപ്പം സ്വീകരിച്ചില്ല, ഓസ്റ്റ് സ്വീകരിച്ചില്ല എന്നൊക്കെ വന്ന് നമ്മളോട് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ വല്ലാതൊരു പ്രയാസം നിറയണതിൻ്റെ കാര്യം അതാണ്. അവിടെ എന്താ നടക്കണമെന്ന് നമുക്ക് പിടികിട്ടിയിട്ടില്ല, നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മളത് പഠിപ്പിച്ചിട്ടില്ല. അവൻ പുറമേയുള്ള ഇരുട്ടിലേക്ക് ഇറങ്ങിപ്പോയി. ആദ്യമായിട്ട് പരിശുദ്ധ കുർബാന തീരുന്നതിന് മുൻപ് ഇറങ്ങിപ്പോയൊരാൾ യൂദാസ്കറിയോത്തയാണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഈ പകുതിക്ക് വെച്ച് പരിശുദ്ധ കുർബാനയിൽ നിന്നൊക്കെ ഇറങ്ങിപ്പോവാനായിട്ട്. ആദ്യമായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ ഈ ദിവ്യകാരുണ്യ സ്വീകരണ സമയത്ത് ചിലർ ഈശോയെ സ്വീകരിച്ചിട്ടും ചിലർ ഈശോയെ സ്വീകരിക്കാതെയും. പരിശുദ്ധ കുർബാന തുടങ്ങി കുറച്ച് കഴിഞ്ഞിട്ട് കുറച്ച് പേര് വരുന്നതൊക്കെ കാണും. ഇതൊക്കെ ഒരേ കാര്യത്തിൽ ഇങ്ങനെ പെടും. ആദ്യമായിട്ട് പരിശുദ്ധ കുർബാനയിൽ നിന്ന് നേരത്തെ ഇറങ്ങിപ്പോകുന്ന ഒരാൾ യൂദാസ്കറിയോത്തയാണെന്ന്. കർത്താവിൻ്റെ സ്നേഹം വിട്ടിട്ട് അവന് ചെയ്യാനായിട്ടുള്ള മറ്റൊരുപാട് കാര്യങ്ങൾ ഈ പരിശുദ്ധ കുർബാനയോട് ഞാൻ കാണിക്കുന്ന അനാദരവിനെ ഓർത്തൊന്ന് കരയേണ്ട ദിവസമാണത്. ഈ പരിശുദ്ധ ബലിയിൽ എന്താണ് നടക്കേണ്ടതെന്നുള്ള തിരിച്ചറിവില്ലാതെ എത്ര അലക്ഷ്യമായിട്ടും അശ്രദ്ധയോടും കൂടെ ഞാൻ അർപ്പിച്ച ബലികൾ എന്നെ വേദനിപ്പിക്കേണ്ട ദിവസങ്ങളായത്. തമ്പുരാനെ, അവിടെ നിന്ന് കണ്ണെടുക്കാത്ത വിധത്തിൽ നിന്നോടുള്ള സ്നേഹം വർദ്ധിപ്പിക്കണേ എന്ന്, നീ അർപ്പിച്ച ബലി എന്താണെന്ന് ഞങ്ങൾക്ക് തിരിച്ചറിവ് തരണമേ എന്ന് ആത്മാർത്ഥമായെന്ന് പ്രാർത്ഥിക്കണം. ഈ പരിശുദ്ധ ദിവ്യകാരുണ്യത്തിൻ്റെ മുൻപിൽ ഇപ്പോൾ ഇരിക്കുന്ന നേരത്ത് പോലും നമ്മൾ അപ്പുറത്ത് ചെയ്യുന്ന അടുക്കളയിൽ എന്തെങ്കിലും കാര്യങ്ങളൊന്നും ചെയ്തിട്ട് വന്നിട്ടുണ്ടാവുമല്ലോ. കുറ്റപ്പെടുത്തുന്നതല്ല കേട്ടോ, പോവാത്തവരുണ്ട്, പിന്നെ കൂടെ ഇരുന്ന് ഈശോയോട് ചേർന്നിരുന്ന് അവനെ ധ്യാനിക്കുന്നവരുണ്ട്. പക്ഷേ എപ്പോഴെങ്കിലും ഒന്ന് ഡിസ്ട്രാക്റ്റഡ് ആയിട്ടുണ്ടെങ്കിൽ, എപ്പോഴെങ്കിലും ഇങ്ങനെ അനാദരവോടെ ഈശോയിൽ നിന്ന് മാറി നിന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് തിരുത്താനായിട്ടുള്ള സമയമാണ്. പ്രത്യേകിച്ച് നമ്മുടെ പരിശുദ്ധ ബലികൾ അയോഗ്യതയോടുകൂടെ കർത്താവിൻ്റെ തിരുബലി അർപ്പിക്കുന്നവൻ തൻ്റെ തന്നെ നിത്യശിക്ഷയ്ക്കാണ് ആ ബലി കാരണമാക്കി തീർക്കുന്നതെന്നുള്ള വചനം അങ്ങനെ ഒന്ന് ഓർത്തിരിക്കുന്നത് നല്ലതാണ്. അവൻ അപ്പം സ്വീകരിച്ചിട്ട് അവൻ പുറമേയുള്ള ഇരുട്ടിലേക്ക് ഇറങ്ങിപ്പോയി. അവൻ പുറത്തേക്ക് പോയി. അപ്പോൾ രാത്രിയായിരുന്നു. തമ്പുരാനെ, സ്നേഹം തന്ന് ആശീർവദിക്കണമേ. അങ്ങയോടുള്ള ഈ പരിശുദ്ധ കുർബാനയോടുള്ള ഈ പരിശുദ്ധ ദിവ്യകാരുണ്യത്തിൽ അടങ്ങിയിട്ടുള്ള സ്നേഹത്തോടുള്ള വലിയ അഭിനിവേശം ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾ ഈ ഒരു സ്നേഹത്തോട് ഞങ്ങളെ പറിച്ചു മാറ്റാൻ പറ്റാത്ത വിധത്തിൽ ഞങ്ങൾ അത്രയ്ക്ക് അറ്റാച്ച്ഡ് ആവട്ടെ എന്ന് സ്നേഹപൂർവ്വം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ കർത്താവിൽ പരിശുദ്ധ ദിവ്യകാരുണ്യത്തിന്റെ സ്നേഹം നമുക്ക് ആശീർവാദമായി സ്വീകരിക്കാം. പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും. ക്രൈസ്തവ ജീവിതത്തിൻ്റെ ഒരു മർമ്മമാണ് വിശുദ്ധ കുർബാന. അത് സ്വീകരിക്കുന്ന ഒരാളുടെ മനസ്സ് ആ പരിശുദ്ധ കുർബാനയോടുള്ള സ്നേഹത്താൽ നിറഞ്ഞില്ലെങ്കിൽ എങ്ങനെയാണ് ഈ ഏറ്റവും വലിയ കൂദാശയിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾക്ക് നമ്മൾക്ക് പാത്രമായി തീരാൻ പറ്റണേ? സ്വർഗം ഇങ്ങനെ നിരന്തരം ഈ ഭൂമിയെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന ഈ വിശുദ്ധ കൂദാശ നമ്മൾ എന്തുകൊണ്ടാണ് സ്നേഹപൂർവ്വം സ്വീകരിച്ച് അനുഗ്രഹിക്കപ്പെട്ടവരായിട്ട് മാറാത്തത്? ഈ പരിശുദ്ധ ബലിയുടെ ചുറ്റും നിൽക്കുന്നവരെ നോക്കിയിട്ടാണ് ലോകം വിളിച്ചു പറയുന്നത്, അല്ലയോ അനുഗ്രഹിക്കപ്പെട്ട ജനമേ എന്ന്. ഇതൊന്നും മറന്നു പോകാതെ ആ പരിശുദ്ധ ദിവ്യകാരുണ്യത്തോടുള്ള സ്നേഹം, അതിലടങ്ങിയിരിക്കുന്ന എൻ്റെ കർത്താവിൻ്റെ സ്നേഹം അനുഭവിച്ചുകൊണ്ട് നമുക്ക് ഉറക്കത്തിലേക്ക് പോകാം. സ്വർഗം അനുഗ്രഹിക്കട്ടെ. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യ
ദിവ്യകാരുണ്യമേ അനന്ത സ്നേഹമേ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ അനന്ത സ്നേഹമേ